ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പ്രത്യേക തരം ചിക്കൻ ഗ്രേവി അഥവാ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെള്ളം കൂട്ടി കൊടുത്താൽ ചിക്കൻ കറിയായി മാറും, അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ഗ്രേവിയായി മാറും. അങ്ങനത്തെ ഒരു ഡിഷാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. ആദ്യത്തെ ഉള്ളി വാട്ടിയെടുത്തത് നമ്മൾ വലിയുള്ളി മാത്രം ഒന്ന് വാട്ടിയെടുക്കല്ല, ജസ്റ്റ് നമ്മൾ മൂപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത്. നെയ്ച്ചോറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കല്ല, അതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടത്, അല്ലാതെ വാട്ടിയെടുക്കല്ല കേട്ടോ. അപ്പം നമ്മൾ ഉള്ളി ഇതേപോലെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പം നമ്മൾ ആദ്യം ഇതേപോലെ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അടുത്ത ട്രിപ്പിൽ വെളുത്തുള്ളി ചേർത്തിട്ടാണ് ഈ വലിയുള്ളി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് കോരി മാറ്റാം. ഇതിൻ്റെ ഒരു സൈഡൊക്കെ അതും കൂടി കോരി മാറ്റുക. ഇത് നമ്മൾ ചിക്കന് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൽ ചേർക്കാനുള്ളതാണ്. ഈ വലിയുള്ളി മാത്രം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് അതിൽ ചേർക്കണം. അപ്പോൾ നമ്മൾ ചിക്കനിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. പക്ഷെ അല്പം പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് നമ്മൾ 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലോട്ട് കുരുമുളക് പൊടി ചേർക്കണം, അതേപോലെ തന്നെ ഗരം മസാല ചേർക്കണം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഗരം മസാല ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഗരം മസാല നമ്മൾ 3/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്ലേവർ കുറക്കണം അല്ല കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി നമ്മൾ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ കളറൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചിക്കൻ മസാല ആണെങ്കിൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയതാണ്. ഗരം മസാലക്ക് നമ്മൾ വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കൽ. അപ്പോൾ നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ തക്കാളി സോസൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഒരു ടീസ്പൂണ് തക്കാളി സോസ് ചേർത്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു 3 ടീസ്പൂണ് ചേർത്തെടുത്താലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മളിതിൽ പറയുന്ന അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇത് കസ്തൂരി മേത്തിയാണ്. കസ്തൂരി മേത്തി ചേർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ കൂടുതലാവാൻ പാടില്ല, പക്ഷെ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ചിക്കനിൽ എന്തെങ്കിലും ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ നമ്മൾ കറിക്ക് എന്തെങ്കിലും ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഫ്ലേവർ ഉണ്ടാവും, നല്ല റേറ്റും കേട്ടോ കസ്തൂരി മേത്തിക്ക്. അപ്പോൾ നിങ്ങൾ കയ്യിലുണ്ടെന്ന് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നമ്മളൊരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പറയാൻ വിട്ടു പോയിരുന്ന്, അതും കൂടി ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ വാട്ടി വെച്ച ഉള്ളി ഉണ്ടല്ലോ, അത് ഇതിലോട്ടിട്ട് കൊടുക്കുക. ആ സമയത്ത് നമ്മൾ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മൾ പറയാൻ വിട്ടുപോയതായിരുന്നു, ഇടാനും മറന്നിരുന്ന്. അപ്പം നമ്മൾ ഉള്ളി മാത്രം നമ്മൾ മൂപ്പിച്ചെടുത്തല്ലോ, അത് ഇതിലോട്ടിട്ട് കൊടുക്കുകയാണ്. ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നമുക്ക് പേസ്റ്റ് ആക്കാനുള്ളതാണ്, അതുകൊണ്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണ്ട. അപ്പം നമ്മൾ ഈ ചിക്കൻ കുഴച്ചതിലേക്ക് നമ്മൾ ഇതും കൂടെ കൂട്ടിയിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുക. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അതിന് നമുക്ക് നമ്മൾ ഈ എണ്ണ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഉള്ളി മൂപ്പിച്ചെടുത്ത എണ്ണ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മളെ കയ്യിലുള്ള ബട്ടറും കൂടി ചേർത്ത് കൊടുക്കണം. ബട്ടർ ചേർക്കുമ്പോഴാണ് ഈ ചിക്കൻക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ബട്ടർ ചേർത്തിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും നല്ല അടിപൊളി അമൂലിൻ്റെ ബട്ടർ, അതേപോലെ തന്നെ ഏത് ബട്ടറാണെങ്കിലും നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഈ ചിക്കൻക്ക് പ്രത്യേക ടേസ്റ്റ് നൽകുന്നത് ഈ ബട്ടറാണ്. അപ്പോൾ നമ്മൾ അതിലോട്ട് മല്ലിച്ചപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഈ ബട്ടറിലൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഇതിലോട്ട് ഇട്ടതിന് ശേഷം ഒരു 3 മിനിറ്റ് നമ്മൾ അടച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചെറു ചൂടുവെള്ളം ചൂടുണ്ടായിക്കോട്ടെ, തിളപ്പിച്ചാറ്റിയ വെള്ളമായാലും കുഴപ്പമില്ല, വെള്ളം ചൂട് വേണം, തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. നമ്മളിതിലോട്ട് എല്ലാ ചിക്കനും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെക്കുകയാണ്.
ഇനി നമ്മൾ ഈ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഈ ഉള്ളിയും കൂടി മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കണം, നല്ലൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചിക്കനിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി വെളുത്തുള്ളിയിൽ നിന്ന് അരച്ചെടുക്കണം. ഇത് നമുക്ക് അടുപ്പത്തിരുന്ന് ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാനാണ്. ഇപ്പൊ നമ്മൾ ഈ ചിക്കന്റെ പാത്രം ഒന്ന് ചുഴറ്റിയിട്ട് ഒന്ന് ഇതിൽ ഒഴിച്ചു കൊടുത്തതാണ്. ഇത് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നവരുണ്ടാവും, അത് വേറെ ടേസ്റ്റ് ആയിരിക്കും. ഈ രീതിയിൽ ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം. ചിക്കൻ ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. ഇപ്പൊ നമ്മൾ അരച്ച് വെച്ച വെളുത്തുള്ളി അതേപോലെ തന്നെ വെല്ലുള്ളി മൂപ്പിച്ചതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. പിന്നെ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയിട്ട് അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വെള്ളം നിങ്ങൾക്ക് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളം തന്നെ മതി. അപ്പം നമ്മൾ ഗ്രേവി ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ ചിക്കന് റെഡിയായി വരും. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും. ഇപ്പോൾ കണ്ട നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള എണ്ണ നമ്മൾ അതിലുള്ള ബട്ടറൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കയ്യിലുള്ള മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പത്തിരിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.